ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആഴങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ. ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവ എത്ര അഗാധം! അവൻ്റെ ന്യായവിധികൾ എത്ര അഗോചരം! അവൻ്റെ വഴികൾ എത്ര അന്വേഷണ അതീതം! കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവന് ഉപദേഷ്ടാവായിരുന്നവൻ ആര്? അത് ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധന്യത എത്ര അഗാധം എന്ന് ഇതിനകത്ത് എഴുതിയേക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര് എന്ന് സത്യവേദ പുസ്തകം എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നതിൻ്റെ ആഴം. വിശുദ്ധ സത്യവേദ പുസ്തകം മത്തീസ് വർഗീസ് തർജ്ജിമ ചെയ്ത പുസ്തകം എഴുതിയേക്കുന്ന ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവ എത്ര അഗാധം, അങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നത് ഇതിൻ്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിലാണ് അത് കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ളത്, സ്പീഡുള്ളത് ഒക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ കണക്കും പ്രകാരം മനുഷ്യൻ പറയും അത് മനസ്സാണെന്ന് പറയും. എന്നാൽ രക്ഷിക്കപ്പെട്ടവനോട് കാര്യങ്ങൾ ഒരുവിധം ബോധ്യപ്പെട്ട് കിട്ടിയവനോട്, ചുമ്മാ പോയി വെള്ളത്തിൽ മുങ്ങി ഏതെങ്കിലും കൂട്ടത്തിൽ കിടന്ന് ചാടത്തുള്ളുന്നവനോടല്ല, ഇതിനെക്കുറിച്ച് ഒരുവിധം ഗ്രാഹ്യമുള്ളവനോട് ഒരുത്തനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. ആ ഏറ്റവും സ്പീഡുള്ളതും ഏറ്റവും ആഴമുള്ളതും ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയും. ഇവിടെ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ചോ ജ്ഞാനത്തെക്കുറിച്ചോ അറിവിനെക്കുറിച്ചോ ഒക്കെ മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യനത് അജ്ഞാതമാണ്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അവനെക്കൊണ്ട് അത് എത്താൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അവനായിരിക്കുന്ന മതം അവനെ പഠിപ്പിച്ച കാര്യങ്ങൾ, മതം പഠിപ്പിച്ച ഒരു കാര്യം അതിന് തക്കവണ്ണം അതുകൊണ്ട് അവൻ പറയും. അതുകൊണ്ടാണ് ഈ യേശുവിൻ്റെ അമ്മയായ ഈ മറിയത്തിനെ യേശുവിൻ്റെ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കൂട്ടുപിടിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് മകനോടൊരു കാര്യം പറയാൻ അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സിനകത്തുനിന്നുള്ള ഒരറിവാണ്. അതുകൊണ്ടാണ് മകൻ്റെ അടുത്ത് കാര്യം നടക്കാൻ അമ്മയെ കൂട്ടുപിടിക്കുന്നത്. അത് മനുഷ്യന് മനസ്സിലാകാൻ കുറച്ച് എളുപ്പമായതുകൊണ്ട് അതങ്ങനെ ചിന്തിക്കും. അതേസമയത്ത് ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ഏറ്റവും ആഴമുള്ളത് എന്താണ്, ഏറ്റവും സ്പീഡുള്ളത് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ മനസ്സാണ് എന്ന് പറയും. എന്നാൽ ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ച് ഒരു ആവറേജ് ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയും ഏറ്റവും സ്പീഡും ആഴമൊന്നും ഉള്ളത് മനസ്സൊന്നുമല്ല, അത് ആത്മാവാണ് എന്ന് പറയും. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് ചിന്തിക്കാമെങ്കിൽ, ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സ് അവിടെ ചെല്ലും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കോട്ടയത്ത് നിൽക്കുക, നമ്മുടെ വീട് പാലായിലാണെങ്കിൽ കോട്ടയത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട്, ആ ഒരു സെക്കൻഡ് പോലും വേണ്ട, അത്ര സമയം കൊണ്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നാൽ ആത്മാവിൻ്റെ സ്പീഡും ആഴങ്ങളും ഒക്കെ ചിന്തിക്കണം. ഉൽപ്പത്തി 1:20 എടുത്തേ. വെള്ളത്തിൽ ചലിക്കുന്ന ജീവികൾ ധാരാളമായി ഉണ്ടാകട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ജലത്തിൽ ജീവജന്തുക്കൾ നിറയട്ടെ, ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ബാക്കി അടുത്ത 2 വാക്യം കൂടെ വായിച്ചേ. ദൈവം വലിപ്പമേറിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവികളെയും അതത് തരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രങ്ങളിലെ വെള്ളങ്ങളിൽ നിറയുവിൻ, പർവ്വജാതികൾ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ച് ദൈവം അവയെ അനുഗ്രഹിച്ചു. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഓർഡർ ഇട്ട് ഉണ്ടാക്കിയ സാധനങ്ങളായി കാണുന്നതല്ല. ഇപ്പോൾ ലിവ്യാഥാൻ എന്ന് പറയുന്ന ഒരു ജീവി കടലിലുണ്ട് എന്ന് ബൈബിൾ പറയുന്നു.
ഏറ്റവും ശക്തനായ, പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജീവിയാണ് എന്ന് ബൈബിൾ പറയുന്നു. ചില ഇതിനെ ബേസ് ചെയ്തൊക്കെ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലിവ്യാദിയാൻ്റെ രൂപം തന്നെ എത്ര കാലം ചിന്തിച്ച്, എത്ര കാലം വരച്ച്, എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും അത് കമ്പ്യൂട്ടറിലാണെ പോലും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ജലജന്തുക്കൾ നിറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞു പരല് തൊട്ട് ഏറ്റവും കൂറ്റൻ തിമിംഗലം വരെ ആയിരക്കണക്കിന് വർഗ്ഗം മീനുകളല്ല, ആയിരക്കണക്കിന് ഷേപ്പുകളല്ല, ആയിരക്കണക്കിന് രീതിയല്ല, ഭംഗിയല്ല, ഇതുപോലെയുള്ള ജീവികളെ, ജലജീവികളെ, മത്സ്യങ്ങളെ എല്ലാം കൂടെ ഓർഡർ ഇട്ടതും ദൈവം കൽപ്പിച്ചതും ഉണ്ടാക്കിയതും എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ കാണുന്ന പക്ഷികൾ മുഴുവൻ, നമ്മളൊക്കെ കണ്ടിട്ടില്ലാത്ത സൈസ് ധാരാളം പക്ഷികളുണ്ട്. ഇപ്പോൾ കാഴ്ചബംഗ്ലാവിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടമാനം പക്ഷികൾ അവിടെ ഉണ്ട്. അതിലെ മക്കാവ് എന്നൊക്കെ പറഞ്ഞ് എത്ര സുന്ദരനാണ്. എന്തിനു വേണ്ടി? കാക്കയെ പോലും അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം എത്ര ഭയങ്കരമാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ച് അതിനനുസരിച്ച് വരച്ച് അതിനുള്ള രീതി ഉണ്ടാക്കി ഒക്കെ വരുമ്പം അത് ഭയങ്കരമായ സമയമെടുക്കും. അപ്പം മനസ്സിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി, ലക്ഷക്കണക്കിന് ഇരട്ടി, കോടിക്കണക്കിന് ഇരട്ടി ആഴവും വേഗവും ആത്മാവിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ദൈവം ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തതും ദൈവം കൽപ്പിച്ചതും ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയതും എല്ലാം കൂടെ ഒറ്റ ദിവസമാണെന്ന് പറയുമ്പം ആത്മാവിൻ്റെ സ്പീഡും ആത്മാവിൻ്റെ ആഴവും നമ്മളൊന്ന് മനസ്സിലാക്കിയ. ഇനി നമ്മൾ ശാസ്ത്രജ്ഞന്മാർ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ ആട്, അത് ഒറ്റ വാക്കേ ദൈവം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ തന്നെ ഒരു ചെമ്മരിയാടിൻ്റെ ഒരു കുട്ടിയെ, എൻ്റെ പേര് ഡോളി എന്നാണ്, ക്ലോണിങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സംവിധാനത്തിലൂടെ ഈ ആടിൻ്റെ ഒരു കുട്ടിയെ ഉണ്ടാക്കി. എത്ര കോടി മുടക്കി, എത്ര കാലം അധ്വാനിച്ചു, എത്രമാത്രം മനുഷ്യൻ്റെ പ്രയത്നം. ആ രീതിയിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡോളിയെ ഉണ്ടാക്കിയതുപോലെ ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ എല്ലാം ഉണ്ടാക്കണേ തന്നെ ഒറിജിനൽ വേണം. എന്നാലേ ഇതിനകത്ത് നിന്നൊക്കെ ഇത് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, കോശങ്ങളിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ. പക്ഷേ ഈ കോശങ്ങൾ പോലും ഇല്ലാത്ത കാലത്ത്, അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഇരുൾ ആഴത്തിന്മീതെ വ്യാപരിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളങ്ങളുടെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതായത് പാഴും ശൂന്യവുമായിരുന്ന സ്ഥലത്തു നിന്ന് ഈ സംവിധാനം എല്ലാം ഉണ്ടാക്കിയത്. ഇരുട്ട് മാത്രം. അതിനൊക്കെ ഓരോന്നിനും ഒരു സംഘം, ഈ ജലജന്തുക്കൾക്കും മുഴുവനും പക്ഷികൾക്കും കൂടെ ഒറ്റ ദിവസം മാത്രം ഉണ്ടായത്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പീഡ്. ശാസ്ത്രമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പൊതുവേ ചില ബുദ്ധിമാന്മാരൊക്കെ പറയും, ഈ ശാസ്ത്രമൊക്കെ ഇതുപോലെ വളർന്ന ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ അന്ധവിശ്വാസമൊക്കെ, അത് വെറുതെ പറയുന്നതാണ്. കാരണം ശാസ്ത്രം വളർന്നു എന്ന് പറയുന്നത് തന്നെ ഇത്ര വർഷങ്ങളെ ആയുള്ളൂ ശാസ്ത്രം ഇത്ര വളർന്നു എന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നോക്കുന്ന ഒരു 100-200 വർഷം കൊണ്ടൊക്കെ ആ ശാസ്ത്രത്തിന് ഇത്രയും അറിവും ഇത്രയും വളർച്ചയൊക്കെ വന്നത്. അത് തന്നെ ശാസ്ത്രം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായ സംവിധാനങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കുകയും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഇതുവരെ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം അത് അതിൻ്റെതായ രീതിയിൽ വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ ഇന്ന് ഈ നടക്കുന്ന കാര്യങ്ങളുടെ പരിസമാപ്തി എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അത് കൃത്യമായിട്ട് ദൈവവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം എന്താകും? പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, മൂലപദാർത്ഥങ്ങൾ ഉരുകും. ഇപ്പം മൂലപദാർത്ഥങ്ങൾ എന്ന് പറയുന്ന ആറ്റമിനെ ബേസ് ചെയ്താണ് ഇപ്പോഴത്തെ ആയുധങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അത് ഭൂമിയെ ഒന്ന് ചുറ്റി വരാൻ ശേഷിയുള്ള മിസൈലുകൾ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അമേരിക്കയും അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ചൈന
യുടെ കയ്യിലുണ്ടാവാം. റഷ്യയുടെ കയ്യിൽ സാത്താൻ 2 എന്ന് പറയുന്ന ഒരു മിസൈൽ ഭൂമിയെ ചുറ്റി വരാനുള്ള ശേഷിയുള്ളതുണ്ട്. അത് ആണവ പോർമുനകൾ വഹിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ US-ഉം അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇന്ത്യയുടെ കയ്യിലും ഒക്കെ ഒരുവിധം മാന്യമായ ദൂരം പോകുന്ന ആയുധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് രാജ്യം നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മൂലപദാർത്ഥങ്ങൾ ഉരുകത്തക്ക വിധമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പത്രോസിൻ്റെ ലേഖനത്തിലൂടെ എഴുതി വച്ചിരിക്കുന്നു, മൂലപദാർത്ഥങ്ങൾ ഉരുകും. ശാസ്ത്രം കണ്ടുപിടിച്ചത് 1800-കൾക്ക് ശേഷം. ഇത് എഴുതി വെച്ചിട്ട് 1800-ലധികം വർഷം കഴിഞ്ഞിട്ടാണ് ശാസ്ത്രം ഈ മൂലപദാർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യം വരുന്നതും അത് വെച്ച് ആയുധം ഉണ്ടാക്കുന്നതും. പക്ഷേ വചനം ഇപ്പോൾ എപ്പോഴാണ് എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ അതിനും 1800 വർഷം മുമ്പ്. പഴയ നിയമ പുസ്തകങ്ങളിലേക്കൊക്കെ പോയാൽ ഇവിടെ സംഭവിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അറിവിൻ്റെ ആഴം, പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുക, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും അറിവും. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ജ്ഞാനത്തിലും അറിവിലും പിന്നെ ധനത്തിലുമൊക്കെയാണ് അവൻ്റെ പ്രത്യാശ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും എന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബാക്കി വിഷയങ്ങളെക്കുറിച്ചൊക്കെ മുന്നോട്ടുള്ള വീഡിയോകളിൽ സംസാരിക്കാം. ദൈവം അനുവദിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, മതം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദഹിക്കുന്ന വിധത്തിൽ കർത്താവെ ചില കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദഹിക്കാനോ മനുഷ്യൻ്റെ ബുദ്ധിക്ക് എത്താനോ കഴിയാത്ത വിധം ആഴമായ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ഞങ്ങളുടെ ഉള്ളിൽ ദൈവം ബോധ്യം തരികയും എന്നെയും എൻ്റെ കേൾവിക്കാരുടെയും ഉള്ളിൽ ദൈവം ബോധ്യം കൊടുക്കുകയും എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവത്തിനോടുള്ള പ്രത്യാശ അധികമായി വർദ്ധിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കാര്യങ്ങൾക്കും ഞങ്ങൾ നോക്കുമ്പോൾ ഉത്തരവില്ല, എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യത്തിനും ഉത്തരമുണ്ട്. പല കാര്യത്തിനും ഞങ്ങൾ നോക്കുമ്പോൾ വഴിയില്ല, എന്നാൽ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വഴിയും ഇല്ലാത്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് വഴിയുണ്ട്. ഇനി ഒരു വഴിയും ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അറിയാവുന്ന സർവ്വശക്തനായ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.